കല്യാണം കഴിക്കണം എന്ന മോഹവും പരാതിയും അപേക്ഷയുമായി ഒരു യുവാവ് ചെന്നെത്തിയത് പോലീസ് സ്റ്റേഷനിൽ. യുവാവിന്റെ പരാതിക്ക് പരിഹാരമായി കല്യാണത്തിന് സംബന്ധിച്ച് ഒരു സ്ത്രീ തയ്യാറായി വന്നിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. എങ്ങനെയാണ് ഈ അനിൽ എന്ന ആളുമായുള്ള പരിചയം ഒന്ന് പറയാമോ? അത് ഞാൻ ചാനലിൽ കൂടെ മൊബൈലിൻ്റെ കൂടെ കണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. അനില് പിന്നെ എങ്ങനെയാണ് അനിലിനെ ഇങ്ങനെ ശ്രദ്ധാകേന്ദ്രമായത്? ഞാൻ നോക്കിയപ്പോൾ നമ്മട്ടി എടുത്ത് ചെയ്യുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ നിന്ന് കരഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് പറഞ്ഞത് എനിക്ക് എവിടെ ചെന്നിട്ടും പെണ്ണ് കിട്ടുന്നില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇത്ര സെൻറ്റ് വസ്തുവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി നേരം നിന്ന് നോക്കിയിട്ട് ഒത്തിരി നേരം നിന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ കൂടെ അടുത്തൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരി പറഞ്ഞടി നീ വാക്കുകൂടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി നേരം നിന്ന് ആലോചിച്ച് നീ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങേണ്ട കാര്യം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒന്നാമത്തെ കാര്യം ഈ വീട്ടിൽ വെള്ളമില്ല, രണ്ടാമത്തെ കാര്യം എനിക്ക് നാത്തുമാരും ഒരു സഹകരണവും ഒന്നുമില്ല, പിന്നെ ഒറ്റപ്പെട്ട ഞാൻ ഒരു ജീവിത പങ്കാളിയെ വേണം. അപ്പോഴാണ് അനിലിൻ്റെ ഈ സംഭവം അറിയുന്നത്. അങ്ങനെ ഞാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് ഞാനത് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് തൊഴിലുറപ്പും തീരാറായി, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് എന്തിനാ അവിടെ കിടക്കുന്നതെന്നുള്ള ചെയ്തു. പിന്നെ പിള്ളേർ തരത്തില്ലെന്ന് പറഞ്ഞു, സ്ഥലം തരത്തില്ല എന്ന് പറഞ്ഞു. അല്ല പിള്ളേർ തരത്തില്ല. അപ്പം മരിക്കുന്നാലും ഈ നിലവിലുള്ള ഭർത്താവുമായിട്ട് ഔദ്യോഗികപരമായിട്ട് വിവാഹം ചെയ്ത രേഖകളൊന്നുമില്ല? ഇല്ല, രേഖകളൊന്നുമില്ല. ഞാൻ വന്നത് അവിടുന്ന് എപ്പോഴായാലും ഇറങ്ങി കൊടുക്കണം ആ അവസ്ഥയാണ്. അപ്പോഴാണ് ഈ അനിൽ ഒരു ദൈവത്തെ പോലെ കണ്ടുമുട്ടിയത്. അതായത് അനിലിന്റെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ അനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അതെന്താണെന്ന് അറിയാമോ? അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയുന്ന കേട്ടു ഞാൻ ചാനലിൽ കൂടെ. എന്താ പറഞ്ഞത്? അതിനെ കുറിച്ച് എന്താണ് അറിഞ്ഞത്? ഷീജ എന്താണ് അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് ഒരു പെൺകൊച്ചിന്റെ കാര്യമാണ് അറിഞ്ഞത്. ഒരു പെൺകുട്ടിയെ വേണം, ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ വേണം. അദ്ദേഹത്തിന് എന്തോ ഒരു പോരായ്മയുണ്ട്. എന്താണ് എന്നറിയാമോ? കാഴ്ച കുറവുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് സംഭവിച്ചായിരുന്നാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ, അതിൽ ഞാൻ നോക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നോക്കാൻ തീർച്ചയായും തയ്യാറാണ് അദ്ദേഹം സ്വീകരിച്ചാൽ. പക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല ഇതുവരെ? കണ്ടിട്ടില്ല. ആരെങ്കിലും ആലോചന അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, ഒന്നിനും അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്? ഇപ്പൊ രണ്ട് കരയിൽ നിൽക്കുകയാണ്. ഇക്കരയിൽ നിന്നാണ് ഈ സംഭവം നാട്ടുകാർ അറിയുന്നത്. ഇപ്പൊ ഈ അനിലിലേക്ക് ഇനി എങ്ങനെ എത്തും? അപ്പൊ അനിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ ആരെങ്കിലും വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്, വിവാഹം കഴിക്കാം. അപ്പം നിങ്ങളും പറയുന്നുണ്ട് എനിക്ക് അനിലിൻ്റെ അനുഭവങ്ങളും ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അനിലിനോട് സഹതാപം തോന്നി. അങ്ങനെ മാത്രമല്ല ഈ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നായാലും അപ്പോൾ ഒരു ആശ്രയം വേണം, ആശ്രയം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താല്പര്യപ്പെടുന്നത് നിങ്ങളും പറയുന്നു. നിങ്ങൾ രണ്ട് ഒത്തുചേരണ്ടേ? അതിനൊരു വഴിയെല്ലാം കണ്ടുവച്ചിട്ടുണ്ടോ? ഇതുവരെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. കടയ്ക്ക പോലീസുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് ആ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്പർ കിട്ടിയോ? അപ്പൊ ഷീജ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചു, എനിക്ക് പിന്നെ താല്പര്യമുണ്ട് ഇദ്ദേഹത്തെ പിന്നെ മരണം വരെ നോക്കാൻ. കൂട്ടുകാരികളൊക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞോ ഇതിങ്ങനെ അഭിപ്രായം? പിന്നെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അഭിപ്രായങ്ങളെ എനിക്ക് പറഞ്ഞു തന്നുള്ളടി, നീ ഇത് നോക്ക്, നല്ല ചെറുക്കനാ, കിടക്കാടുണ്ട്, നീ ഇവിടെ നിന്ന് എപ്പോഴായാലും നീ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. അതാണ് കൂടുതൽ താല്പര്യം വന്നത്. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യം വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കയറി കിടക്കാട് നാളെ ഒരു സമയത്തൊന്നും ഇവിടെ നിന്ന് അടിച്ചിറക്കിയ എനിക്ക് എൻ്റെ വീട്ടിൽ ചേക്കയില്ല, കിടക്കാടായില്ല. ഞാനത് ചിന്തിച്ചോളൂ. എല്ലാ കാര്യങ്ങളും ഇത്രയും ബതി കൊണ്ടെത്തിച്ചു. പക്ഷെ ഇനി ഇവക്ക് സീരിയയെ വിളിച്ച് സീരിയയുടെ ഡിസ്റ്റോ ആണോ ഒന്നും കൂടെ ചോദിക്കണം. ചാനലിൽ മാത്രം പറഞ്ഞാൽ നോക്കത്തില്ലല്ലോ, മൊബൈൽ സമയമല്ലോ. നമുക്ക് ഒന്നും കൂടെ അത് നോക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ പോലീസുകാരായിട്ടൊക്കെ കണ്ട്, പഴയ കൊണ്ടുകൊടുത്ത ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട്, അവരെ കണ്ടിട്ട് അവിടെ വെച്ച് ഇത് ചോദിച്ചു അവിടുന്ന് പേപ്പർ എഴുതി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ആധാർ ഓഫീസിലോട്ട് പോകുന്നതായിരിക്കും. അല്ല നേരിട്ട് ആധാർ ഓഫീസിലോട്ട് പോയാൽ കൈക്കൂലി ഒത്തിരി ഉണ്ട്. അപ്പൊ അത് അവർക്ക് അറിയത്തില്ല. അപ്പൊ പോലീസിന്റെ സഹായത്തിലായിരിക്കും ഇനിയും കാര്യങ്ങൾ മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഈ പിന്നെ അനിലിന്റെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവും. ബന്ധുക്കളെ അപ്പേന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും കിട്ടിയോ കിട്ടിയില്ലയോ? നിങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇത്രയും സമയങ്ങൾക്കിടയിൽ? ആരാ? ശരിയായിട്ട് ഇന്നലെ രാത്രി പറഞ്ഞപ്പോഴല്ലേ, രാത്രി ഒരു ചാനലുകാർ പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. അപ്പൊ മൊബൈലിലല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ശ്രീജ നേരിട്ട് കണ്ടിട്ടില്ല. ശ്രീജയ്ക്ക് നേരിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുമോ?
സീരിയെ കണ്ടിട്ട് സീരിയയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സീരിയയുടെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റും തൊഴിലുറപ്പിന്റെ ബുക്കും ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത് ഉറപ്പിക്കൂ എന്ന് വെച്ചാൽ നമ്മളെ ഒരു നിയമ നടപടിയില്ല. അപ്പൊ എന്തെങ്കിലും പറയുന്ന കാര്യമാണ്. ശ്രീജ വിവാഹിത ഏതെങ്കിലും മക്കളില്ല. അപ്പോ ശ്രീജ പിന്നെ അനിലിനെ നോക്കും എന്നുള്ളത് അനിലിന് തോന്നുന്നുണ്ടോ? അത് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടാണല്ലോ വന്നത്. പക്ഷെ ഞാൻ ഒരു ബോധ്യം വരണമെന്ന് പറഞ്ഞാൽ ഇത്രയും രേഖകൾ കാണിക്കുമ്പോ ഞാൻ ഒരു പിടിപാട് വരും. ചിലപ്പോ നാളെ ഒരു സമയത്ത് ഭർത്താവ് മരിച്ചു പോയി വേറെ ഏതെങ്കിലും കാമുകന്മാർ ഉണ്ടെങ്കിൽ നമ്മളെ വയസ്സാലൊക്കെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കണം. അത് ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ടാ പറഞ്ഞു പോയത്. ഇന്നത്തെ കാലത്ത് ഒന്നിനെയും വിശ്വസിക്കാൻ നോക്കത്തില്ല. ഒരു 5 വയസ്സ് പോകുന്ന പെങ്കൊച്ചിനെ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ആ ചാനലിലോട്ട് പോകുന്നു. അങ്ങനെയുള്ള കാലമോ അഥവാ ഈ കല്യാണം നടക്കുകയാണെങ്കിൽ കേരളത്തില് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായി പരാതി കൊടുത്ത് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തീരുമാനം എന്റെ സ്വന്തം കാര്യമാണോ? അല്ല, അത് നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനത്തെ കല്യാണം ആണ്. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ കൊടുത്ത് പരാതി കൊടുത്തതിന് ശേഷം അയൽക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു? സുഹൃത്തുക്കളും അയൽക്കാരും പറയുന്നത് ഇപ്പൊ അവർക്ക് ഇപ്പൊ അങ്ങനെ വലിയായിട്ട് താല്പര്യമില്ല. അവൻ കൊണ്ടുവന്ന് താമസിക്കട്ടെ, അതിപ്പോ ഞങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യാം. അത്രേ അവർക്ക് ഉള്ളൂ. അത്രേ ഉള്ളൂ. അവർക്ക് ഇപ്പം വേണമെങ്കിൽ അവൻ കെട്ടിയില്ലേ ഞങ്ങൾക്കൊന്നുമില്ല, അവൻ നശിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെ നല്ല വാക്കുകൾ പറയാം, അല്ലെങ്കിൽ നല്ല ഒരു കമന്റ് ഇടാം. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതും. നമ്മളെ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത്. നമ്മളിപ്പോ ഒരു ജനങ്ങളുടെ ഒരു വീട്ടിൽ ചെന്ന് ഒരു ഗ്ലാസ്, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞോളൂ. അപ്പൊ ഒരു കാര്യം പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളത്തിനോ അല്ലെങ്കിൽ ഒരു 10 രൂപ 50 രൂപ ഒന്നും ചോദിക്കുന്ന പോലല്ല. അപ്പൊ ഒരു പെണ്ണ് നമ്മളെ ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കാൻ നോക്കത്തില്ല. അല്ലാതെ പോകുന്നവർക്കൊക്കെ കാലങ്ങൾ കാണും. അതൊക്കെ പോകുന്നവര് ഒന്ന് നമുക്ക് അത്രയും ഒന്നും പറയാൻ നോക്കത്തില്ല. ഞാൻ ഇപ്പൊ മൊത്തം 32 33 വയസ്സ് കൂട്ടിക്കോ. ഷീജയ്ക്ക് എത്ര വയസ്സ് കാണുമായിരിക്കും? ഷീജയ്ക്ക് 38 വയസ്സുണ്ടെന്നാ മൊബൈലിലെല്ലാം പറയുന്നത്. പക്ഷെ അവക്ക് എത്ര വയസ്സ് കൂടിയാലും ഒരു തള്ളയുടെ രീതി പോലെ ആയാലും ഒരു സഹോദരിയുടെ ഒരു സംരക്ഷണം വേണം. അവള് ഒരു കഞ്ഞിയൊക്കെ ചോറൊക്കെ വെച്ച് തരാണ്. പിന്നെ അവർക്ക് സ്വത്ത് ഒന്നുമില്ലെന്നാണ് അറിയുന്നത്. സ്വത്തൊന്നുമില്ല. സ്വത്തിന്റെ കാര്യമാണ് പറഞ്ഞാൽ അവളെങ്ങനെ എന്റെ ഇവിടെ നിൽക്കുന്നു ആ ദിനത്തിലാണ്. ഞാൻ എഴുതി വെക്കാനൊന്നും അത്ര താല്പര്യപ്പെടുന്നില്ല. അത് സത്യം കഴിഞ്ഞാൽ എന്റെ കാലം കഴിഞ്ഞിട്ട് അവളെ എടുക്കാതിരിക്കുക, അത് വേറെ ഒരു കാര്യം. നമ്മളെ സംരക്ഷിക്കണം. അത് പറയാതെ അത് 6 മാസം കഴിഞ്ഞിട്ട്, അല്ല 6 മാസം വരെ ഞാൻ നോക്കട്ടെ. അത് രജിസ്റ്റർ കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ കൂടെ നിന്ന് അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ എഴുതി കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. എഴുതി കൊടുക്കുന്നത് ഇതിനകത്തൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിക്കുക മാത്രമേ ഉള്ളൂ, അല്ല കൊടുക്കുന്നേ വാങ്ങുന്നതിന്റെ അല്ല. എന്തായാലും ശരി, കേരളത്തിൽ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുക്കുകയും ഒരു അപേക്ഷ പോലെ നൽകുകയും ചെയ്തു. എനിക്ക് കല്യാണം കഴിക്കണം. ആ അപേക്ഷ പോലീസ് സ്വീകരിക്കുകയും അത് മുഖാന്തിരം ഷീജ എന്ന സ്ത്രീ വിവാഹം കഴിക്കാൻ തയ്യാറായി ഒരു ചാനലിൽ വന്ന് അത് നേരിട്ട് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും നേരിട്ട് എന്റെ അടുത്ത് പറയണം. ചാനലിൽ മാത്രം പറഞ്ഞാൽ പോരാ. അന്ന് പറയുന്നത് നേരിട്ട് പറയണം. ഫോൺ നമ്പർ എടുത്ത് അല്ലാതെ ബന്ധുക്കളെ കൊണ്ട് ബന്ധപ്പെടണം. എന്തായാലും ശരി, ഈ വിവാഹം നടക്കുകയാണെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് കടയ്ക്കൽ പോലീസിനുണ്ട്. അതിന് വേണ്ട നടപടികൾ അവർ പൂർത്തീകരിക്കും എന്ന ആത്മാർത്ഥമായി അനിലും വിശ്വസിക്കുകയാണ്. ഇങ്ങനെ കല്യാണം നടക്കുകയാണെങ്കിൽ എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളും നേരുകയാണ്.